ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഡിസംബർ 1-നാണ് ഡബിൾ എൻ്റെ എക്സാം. ഇന്ന് നവംബർ 21. കൃത്യമായി പറഞ്ഞാൽ 10 ദിവസം കൂടിയാണ് എക്സാമിന് ബാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ ഈ 10 ഡേയ്സിലെ സ്റ്റഡീസ് പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. 10 ദിവസം കൊണ്ട് എത്രത്തോളം പഠിക്കാമെന്ന് നമുക്ക് നോക്കാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ക്ലാസ് കേൾക്കുമായിരുന്നു, ക്വസ്റ്റ്യൻ പ്രാക്ടീസൊക്കെ ചെയ്യുമായിരുന്നു. അവസാനം എത്തിയപ്പോഴത്തേക്കും കുറച്ച് തിരക്കുകൾ കാരണം ഞാൻ അധികം പഠിച്ചില്ല. അപ്പോൾ നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഈസ് മസ്റ്റ്. നമ്മൾ ടൈപ്പ് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഈ 10 ദിവസവും നിർബന്ധമായിട്ടും 3 ക്വസ്റ്റ്യൻസ് ഞാൻ പ്രാക്ടീസ് ചെയ്യും. അതൊന്ന് ഇൻറ്റേർണൽ കൺട്രോൾ, 2 ഓഡിറ്റ് റിസ്ക്, 3 സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്. ഈ 3 എണ്ണത്തിൻ്റെയും ഓരോ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതാണ് നമ്മുടെ ഒരു പ്ലാൻ. അതുപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എനിക്ക് എപ്പോഴും ഉള്ളൊരു ടെൻഡൻസിയാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാതിരിക്കുക. ഒരു 3-4 പോയിൻറ്റ്സ് എഴുതും. 8 പോയിൻറ്റ്സ് എഴുതേണ്ട സ്ഥാനത്ത് ഞാൻ 3-4 പോയിൻറ്റ്സ് എഴുതും. പിന്നെ ജസ്റ്റ് ക്ലാസ് കേൾക്കുകയോ അല്ലെങ്കിൽ കിറ്റിൽ ആൻസർ വായിച്ചു നോക്കുകയോ ചെയ്യുള്ളൂ. ഐ നോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. എന്നെപ്പോലെ തന്നെയായിരിക്കും നിങ്ങളിൽ പലരും, ഐ നോ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? ഇപ്രാവശ്യം ജയിക്കണ്ടേ? അല്ലെങ്കിൽ 16,000 രൂപയും 3 മാസവും പിന്നെയും പോവും. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാം, വേറെ വഴിയില്ലല്ലോ. അതുപോലെ ഇൻറ്റേർണൽ കൺട്രോൾ ചെയ്യുമ്പം ടെസ്റ്റ് ഓഫ് കൺട്രോളും ഒക്കെ, ഡയറക്റ്റ് കൺട്രോളും ടെസ്റ്റ് ഓഫ് കൺട്രോൾസും ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുക കേട്ടോ. 10 എണ്ണം ചെയ്യുന്നില്ല, അതിലൊരു 3-4 എണ്ണം അതും ചെയ്യുക. കാരണം എക്സാമിന് അത് വരും. കഴിഞ്ഞ വർഷം ഞാൻ ഫെയിലായ എക്സാമിന് വന്നിരുന്നത് 3 സ്ട്രെങ്ത്തും 4 ഡെഫിഷ്യൻസിയാണ് വന്നത്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പിന്നെ ലാസ്റ്റ് ടൈം എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനാണെങ്കിലും 8 ഡെഫിഷ്യൻസി എഴുതേണ്ട സ്ഥലത്ത് 1-2 എഴുതും. കുഴപ്പമില്ല, ഈസിയാണ് എന്ന് വിചാരിച്ച് അതങ്ങ് വിടും. ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്യേണ്ട എക്സാം ഹാളിൽ പോയി. 3 സ്ട്രെങ്ത്തും 4 ഡെഫിഷ്യൻസി എന്താണ് ചോദിച്ചത്. ഐഡൻറ്റിഫിക്കേഷൻ പാർട്ട് എളുപ്പമായിരുന്നു. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. റിസ്ക് ആണെങ്കിലും സ്ട്രെങ്ത് ആണെങ്കിലും ഡെഫിഷ്യൻസി ആണെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ക്ലാസ് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കിത് മനസ്സിലായി, നമുക്കിത് എഴുതാൻ പറ്റുമെന്ന് നമുക്കൊരു തെറ്റായ ധാരണയുണ്ടാകും. നിങ്ങൾ ആ ഇല്യൂഷനിൽ വിശ്വസിക്കരുത്. നിങ്ങൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. 7 പോയിൻറ്റ്സാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 10 പോയിൻറ്റ്സ് എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക. സ്റ്റഡി മെറ്റീരിയൽ ആൻസറുമായിട്ട് കമ്പയർ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ മിസ്റ്റേക്സ് കണ്ടുപിടിച്ച് ക്ലിയർ ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കുക. അല്ലെങ്കിൽ ഫെയിൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഓരോ ദിവസവും 1 ഇൻറ്റേർണൽ കൺട്രോൾ ക്വസ്റ്റ്യൻ, 1 സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയർ, 1 ഓഡിറ്റ് റിസ്ക്. ഇത് 3ഉം 10 ഡേയ്സ്. ഓക്കെ, നെക്സ്റ്റ് അതർ തിയറീസ് ആണ്. അഷുറൻസ് എൻഗേജ്മെൻറ്റ്, കോർപ്പറേറ്റ് ഗവേണൻസ്, എത്തിക്കൽ ത്രെറ്റ്, അങ്ങനെ മാറ്റേഴ്സ് ബിഫോർ അക്സെപ്റ്റൻസ്, അങ്ങനെ ഒരുപാട് അതർ തിയറീസ് ഉണ്ടല്ലോ. അത് പഠിക്കാൻ ഒരു 3-4 ദിവസം മതിയായിരിക്കും. അതായത് ഇന്ന് തൊട്ടൊരു 24th വരെ അതർ തിയറീസും കൂടെ പഠിക്കാം. എന്നിട്ട് നാളെ അടുത്ത ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യും. പക്ഷെ അങ്ങനെ കവർ ചെയ്യുമ്പം നിങ്ങൾ ഇന്ന് പഠിച്ചതുകൂടി ഒന്ന് റിവൈസ് ചെയ്തിട്ട് വേണം നാളെ പഠിക്കാൻ. അതുപോലെ തന്നെ അടുത്ത ദിവസവും അതിന് മുന്നേ പഠിച്ച 2 ദിവസത്തെ ടോപ്പിക്കും കൂടെ റിവൈസ് ചെയ്തിട്ട് പഠിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മൾ മറന്നു പോവില്ല. പിന്നെ വരുന്നതാണ് ISA ഒരുപാട് പഠിക്കാനുണ്ട്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് അധികം വരില്ല എന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 1-2 മാർക്കാണെങ്കിലും വെരി ഇമ്പോർട്ടൻറ്റ്. സോ പഠിക്കുക. അപ്പോൾ ISA പഠിക്കാൻ വേണ്ടി 24, 25, 26 3 ദിവസം ISA പഠിക്കുക. പിന്നെ 25, 26, 27 പിന്നെ വരുന്ന 3 ദിവസം MCQs പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം MCQs ഈ 3 ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അതുപോലെ പഠിച്ച തിയറീസ് എല്ലാം റിവൈസ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് 3 ഡേയ്സ് ഉണ്ടല്ലോ, 28, 29, 30. ഈ 3 ദിവസവും ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള ദിവസമാണ്. സോ മോക്ക് ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യണം. 3 ദിവസമാണ് ഞാൻ മോക്ക് ടെസ്റ്റ് എഴുതാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം 28 മോക്ക് ടെസ്റ്റ്, 28-നും 29-നും 30-നും 3 മോക്ക് ടെസ്റ്റ് ചെയ്യാം. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഡേ തന്നെ മോക്ക് ടെസ്റ്റ് എഴുതുമ്പം നമുക്ക് മനസ്സിലാവും ഇവിടെ ഏത് പാർട്ടാണ് നമുക്ക് ലാക്ക് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവും. അതനുസരിച്ച് അന്ന് പഠിക്കുക. പിന്നെ 3 ദിവസം മോക്ക് ടെസ്റ്റ് മാത്രമല്ല റിവൈസ് ചെയ്യുക. ഇത്രയും നാൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. അപ്പം ഇത്രയാണ് എൻ്റെ സ്റ്റഡി പ്ലാൻ. നിങ്ങളിത് തന്നെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, കാരണം ഇതെൻ്റെ പ്ലാനാണ്. ഒന്നും കൂടെ സമപ്പ് ചെയ്ത് പറയാം. ഇന്ന് ഡേറ്റ് 21 മുതൽ 30 വരെയുള്ള സ്റ്റഡി പ്ലാനാണ്. 10 ഡേയ്സും ഇൻറ്റേർണൽ കൺട്രോളിൻ്റെയും ഓഡിറ്റ് റിസ്കിൻ്റെയും സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയറിൻ്റെയും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. ആദ്യത്തെ 3-4 ദിവസം കൊണ്ട് അത് തിയറീസ് കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള 3 ദിവസം കൊണ്ട് 2-3 ദിവസം കൊണ്ട് ISA കംപ്ലീറ്റ് ചെയ്യുക. പിന്നെയുള്ള 2-3 ദിവസം കൊണ്ട് MCQs കവർ ചെയ്യുക, റിവിഷൻ ചെയ്യുക. പിന്നെയുള്ള ലാസ്റ്റ് 3 ഡേയ്സിൽ മോക്ക് ടെസ്റ്റ് ചെയ്യുക. സോ അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റഡി പ്ലാൻ. അപ്പോൾ നിങ്ങളും ഇത് ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അതനുസരിച്ച് പഠിക്കുക.
അല്ലെങ്കിൽ ഒരു പ്ലാനും ഇല്ലാത്തവർക്ക് എൻ്റെ പ്ലാൻ ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ നാളെ കാണാം. ബൈ.